ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ ഒരു ഗതി മാറ്റുന്ന ഡേ ആയിരുന്നു ഇന്നലെ എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു US പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു മീം കോയിൻസ് അനൗൺസ് ചെയ്യുകയും ഇന്ന് അത് 83 വരെ കയറിയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 85 നിൽക്കുന്നു. നമ്മൾ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിൽ ഫ്യൂച്ചർ ഇട്ട സോള് 290 നിൽക്കുന്നു. BTC അവിടെ നിൽക്കുന്ന ഒഴികെ ബാക്കി ഇത്തീരിയവും ബാക്കി എല്ലാ ആൾട്ടും വല്ലാണ്ട് കുറയുന്ന കാണുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഭീകരത ഫീല് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ പറയുന്ന എല്ലാവരും ലിക്വിഡിറ്റി എടുക്കുന്നത് മറ്റ് ആൾട്ട് കോയിനിൽ നിന്നാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബാഡ് ഫീല് നമുക്ക് എല്ലാവർക്കും വരുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഇത് ശരിക്കും ഒരു ബാഡ് അല്ലേ ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ നോക്കുമ്പോൾ ഇതൊരു ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന സിറ്റുവേഷൻ എത്തിയിട്ടില്ല. കാരണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എത്തണമെങ്കിൽ എന്ത് ചെയ്യപ്പെടണം, ഈ പറയുന്ന ഫെർദർ മൂവുകൾ എന്താണെന്ന് നോക്കണം. ഇപ്പം ഇതൊരു മറ്റു ആൾട്ട് കോയിനിൽ നിന്നും ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, ഇൻട്രസ്റ്റ് എന്തായാലും ഇതിൻ്റെ ഹൈപ്പ് അറിയാലോ. നമുക്ക് 20-ാം തീയതി നാളെ തിങ്കളാഴ്ചയല്ലേ, ഈ പറയുന്ന ഇത് വരുന്നത് വരെ ഇതിനൊരു ഹൈപ്പ് ഉണ്ടാവുകയും അതിനുശേഷമുള്ള ഡിസിഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് പുതിയ ക്രിപ്റ്റോ വരുന്നത്. ഒരിക്കലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോയിൻസിനോട് എൻ്റയർ ക്രിപ്റ്റോ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു കോയിൻസിനെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കാനോ സാധ്യത പൊതുവെ കുറവാണ്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് LA വൈൽഡ് ഫയർ എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള ഈ ട്രംപിൻ്റെ ഒരു എയിം, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് ലോകത്തിന് വേണ്ടി കാണിച്ചു കൊടുക്കാം, ഇതാണ് ക്രിപ്റ്റോ ഫീൽഡ്, അല്ലെങ്കിൽ അമേരിക്കൻ്റെ ക്രിപ്റ്റോ പവർ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് എൻ്റയർ ക്രിപ്റ്റോ നമുക്ക് ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഇൻകമാണ്, അതുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിനെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് റിസർവിലേക്ക് വെക്കണം, ഇങ്ങനെയുള്ള എന്തൊക്കെയോ സൂചനകളൊക്കെ നൽകാൻ പറ്റും. മാത്രമല്ല ഇതൊരു വലിയ മണി പവർ ഉള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റെഗുലേഷൻസും പുതിയ സെക് ചെയർമാൻ വരുന്ന ആ കണക്കിൽ കുറച്ചും കൂടി പവർഫുള്ളായ തീരുമാനങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആൾട്ടിനെ ഡൗൺ ആക്കിയിട്ട്, കാരണം മണി ഫുൾ ഫ്ലോ ചെയ്യുന്നത് സോൾ BTC ഈ പറയുന്ന ട്രംപ് കോയിനിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ട്. ശരിക്കും ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ആവാം. ആഫ്റ്റർ ഇനോഗ്രേഷൻ പതിയെ ഇതിലെ പ്രോഫിറ്റുകൾ മറ്റ് കോയിൻസിലേക്കും വന്ന് ക്രിപ്റ്റോയെ ഒന്നാകെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഇതിന് സാധിക്കുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. അതും ഒരു ഓപ്ഷനാണ്. കാരണം ഈ മണികളൊക്കെ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ മറ്റ് ആൾട്ടിലേക്ക് വരികയും അതിൽ സ്പ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഫെർദർ മൂവാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് നോക്കണം. നമ്മുടെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഒരൊറ്റ കോയിൻ കൊണ്ട് എൻ്റയർ ക്രിപ്റ്റോ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് മാത്രമല്ല, കഴിഞ്ഞ ആൾട്ട് സീസണിലൊക്കെ ഷിബ് വരുന്നതിന് മുമ്പ് ഷിബ് ഇതേപോലെ ഒരു കാറ്റം കയറിയതിന് ശേഷം ഹ്യൂജ് മണി ഷിബിൽ നിന്നും മറ്റു ആൾട്ടിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോമോ എന്ന് പറയുന്ന സംഭവം ബുൾ മാർക്കറ്റിൻ്റെ, ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നത് 70% ഓവറായിട്ടുണ്ട്. ഈ 70% ഓവറായെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 30% എന്ന ആ ഒരു പവർഫുൾ ഗ്രോത്ത്, അതായത് ഇപ്പം വന്നതുപോലുള്ള ഒരു ഗ്രോത്ത്, ആ ഒരു പീക്ക് ഗ്രോത്ത്, ആൾട്ടിൻ്റെ ഒരു പീക്ക് ഗ്രോത്ത് വരാൻ പോകുന്നത് ഈ പറയുന്ന കാലയളവിലായിരിക്കും. അതുകൊണ്ടാണ് 2025 വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ഇയർ എന്ന് പറയുന്നത് ബുൾ മാർക്കറ്റിൻ്റെ പീക്കും അതുപോലെ ബിയർ മാർക്കറ്റിൻ്റെ തുടക്കമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ 70% എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ അയ്യോ അതെങ്ങനെ 70% അതിൻ്റെ ആൾട്ടൊക്കെ കയറാൻ തുടങ്ങിയെന്നല്ല. അതിൻ്റെ ഫേസ് എടുക്കുമ്പോൾ, ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫേസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രീ ഹാൾവിങ് റാലി തൊട്ടേ തുടങ്ങും. ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫേസ് നമ്മൾ സ്റ്റാർട്ട്, ഞാൻ നിങ്ങൾക്ക് പറയാം ആദ്യകാലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് 33%, 39%, അതേ സമയത്ത് ഒരു ട്രമെൻഡസ് ഗ്രോത്തിൻ്റെ ടൈം ആഫ്റ്റർ പോസ്റ്റ് ഹാൾവിങ് റാലിക്ക് ശേഷം ഇതിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് സഡൻ ആയിട്ട് ഗ്രോത്ത്, അതുകൊണ്ട് 39 നിന്ന് പെട്ടെന്ന് തന്നെ ഒരു 70% ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള മന്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലക്ഷ്യങ്ങൾ കൺഫേം ചെയ്ത് തന്നെ വെക്കണം. എത്ര എമൗണ്ട് ആണ് ഞാൻ ലക്ഷ്യം വെക്കേണ്ടത്, കോയിൻസുകൾ എത്ര എമൗണ്ട് സെൽ, അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഒരു ഫില്ലിംഗ് ടേബിൾ നമ്മൾ എപ്പോൾ സെല്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രീമിയം ഗ്രൂപ്പിൽ ഓരോ മാസക്കണക്കിന് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് സെല്ല് ചെയ്യുന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണം. ഇനി സെല്ലിംഗ് മോഡ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രമെൻഡസ് ഗ്രോത്ത്, നമുക്കിപ്പോഴും ചില ആൾക്കാർക്ക് ആ ഒരു സംഭവം വന്നിട്ടില്ല. ബുൾ മാർക്കറ്റിന് എന്ത് പറഞ്ഞാലും സംഭവിക്കുന്നതിലൊരു പരിധി ഇല്ല എന്നുള്ള ചിന്തിക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ ചിന്തിച്ചാൽ മതി 69K 100K ഗ്രോത്ത്
ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റിലൂടെ ഒരു കോയിൻ്റെ ഗ്രോത്ത്, ഇതുപോലുള്ള പല ആൾട്ടിലേക്കും മണികൾ ശക്തമായി വന്നുകൊണ്ടിരിക്കും. അതിനു മുമ്പ് ഇപ്പോഴുള്ള ഈ ഒരു ഈവൻറ്റ്, അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ് ക്രിപ്റ്റോ മാർക്കറ്റിനെ ഒന്ന് ആടി ഉലയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ട ഒരു പദ്ധതികളൊക്കെ എന്തായാലും മാർക്കറ്റ് ഓൾ ഇൻ ഓൾ ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെയുള്ള കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല കോയിൻസും ഫണ്ടമെൻ്റലിലൂടെയാണ് പിടിച്ചേക്കുന്നത്. ടോപ്പ് 10 അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രകാരമുള്ള ശാക്തീകരണത്തിൽ ആ ഒരു പവർ വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത്. കുറേ ഷിറ്റ് കോയിൻസ് ഉണ്ട്, അതിനൊന്നും ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്തത് എന്താ? അതിൻ്റെ ഫണ്ടമെൻ്റലിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട്. ഈ ട്രംപിൻ്റെ കോയിൻസിന് അങ്ങനെയൊന്നും ഇല്ലാണ്ട് പോലും ഒരു സഡൻ ആയിട്ട് ടോപ്പ് 16 അല്ലെങ്കിൽ 50 വരാൻ പറ്റുന്നത്, ഭാവിയിൽ പലരും ഈ ഒരു ഐഡിയ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അതും എനിക്ക് തോന്നുന്നു ഇതിലൂടെ റെഗുലേറ്റ് ചെയ്യപ്പെടും. അതിലൊരു കുറച്ചും കൂടിയും ഒരു പരിപാടി അത് ട്രംപ് വന്നു കഴിഞ്ഞിട്ടായിരിക്കണം. നമ്മൾ ഫെർദർ ഡേയ്സ് ആണ് നമുക്ക് അതിന് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പരിപാടി, അതായത് നമ്മൾ ഇനി അങ്ങോട്ട് ഫെർദർ വരുന്ന 4-5 മാസം നമ്മൾ മാർക്കറ്റിലെ അപ്ഡേറ്റ്സുകളൊക്കെ സജീവമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കണം. ഈവൻ ഒരു എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു കോയിനെ പറ്റി എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ നിരന്തരം ഇനിയുള്ള ഒരു 4-5 മാസം നിരന്തരം നിങ്ങൾ എത്ര ബിസി മറ്റേ പരിപാടി എന്നാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് മാറി നിൽക്കണം. കാരണം ഓരോ അപ്ഡേറ്റ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ സോളിന് ഇപ്പോൾ ലക്ഷ്യം, ഞാൻ അമേരിക്കയിൽ ട്രംപ് പറഞ്ഞിരുന്ന കാര്യം അമേരിക്കൻ മെയ്ഡ്. ട്രംപിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന പവർ എൻ്റയർ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ഐഡിയ ആണ്. അപ്പോൾ XRPക്ക് ആ ഒരു ഹൈപ്പ് ആ സമയത്ത് $3 വരാൻ കാരണം അമേരിക്കൻ മെയ്ഡായ സോള് XRP ഈ പറയുന്ന സെറ്റപ്പുള്ള കോയിൻസിനെ കുറച്ചും കൂടി ശാക്തീകരിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതേപോലെ ഈ പറയുന്ന ബിറ്റ്കോയിൻ്റെ സ്ട്രാറ്റജിക് റിസർവും കൂടി വരുമ്പോൾ പിന്നെ ഇതൊക്കെ ക്രിപ്റ്റോയെ കൂടുതൽ ആൾക്കാർ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന സെറ്റപ്പും കൂടി ഉണ്ട്. ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ മാറ്റി വെച്ചാൽ ശരിയാണ്, ലിക്വിഡിറ്റി വരുന്നതുകൊണ്ട് മറ്റേ ആൾട്ടിൽ നിന്ന് മണി ഇപ്പോൾ ഒഴുകുന്നുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു കോയിൻ ശാശ്വതമായി മുകളിലോട്ട് കയറുന്നല്ല, അതിൻ്റേതായ ഒരു ബുക്കിങ്ങുകൾ വരും എന്നുള്ള പ്രതീക്ഷ തന്നെ നിൽക്കുക. വീണ്ടും പല അൾട്ടിമേറ്റ് ഫണ്ടമെൻ്റൽസ് വിജയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.